കോഴിക്കോട് മാൻഹോളിൽ 3 പേർ മുങ്ങിമരിച്ച സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. പ്രോജക്ട് മാനേജർ, സൈറ്റ് എഞ്ചിനീയർ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ വിവരങ്ങളും പി കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, ആരൊക്കെയാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ. സൗമ്യ, ഈ കരാർ കമ്പനിയുടെ പ്രധാനപ്പെട്ട ജീവനക്കാരായ 3 പേരെയാണ് ഇപ്പോൾ കസബ CI കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ട് എന്നുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. 2 ആന്ധ്ര സ്വദേശികളും ഇവിടെ ഓട വൃത്തിയാക്കാൻ ഇറങ്ങിയ 2 ആന്ധ്ര സ്വദേശികളും അവർ ഓടയിൽ വീഴുന്നത് കണ്ട് രക്ഷിക്കാനെത്തിയ കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവറായ നൌഷാദുമാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടവും കോഴിക്കോട് കോർപ്പറേഷൻ മേയർ VKC മുഹമ്മദ് കോയ ഉൾപ്പെടെയുള്ളവർ കമ്പനി അധികൃതർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കസബ CIയും സംഘവും ഇപ്പോൾ 3 പേരെ കസ്റ്റഡിയിലെത്തിയിരിക്കുന്നത്. കമ്പനിയുടെ ശ്രീറാം കമ്പനിയുടെ സൈറ്റ് എഞ്ചിനീയറായ രഘു റെഡ്ഡി, അതുപോലെ തന്നെ സേഫ്റ്റി ഓഫീസർ അശോക് ആന്റണി, പ്രൊജക്ട് മാനേജർ സെൽവകുമാർ എന്നിങ്ങനെ 3 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ കണ്ടാൽ വീഴ്ചകൾ ഈ ചോദ്യം ചെയ്യലിൽ ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ഇത്തരമൊരു ശുചീകരണം നടത്തുന്ന കാര്യം, ഈ ഓട വൃത്തിയാക്കുന്ന കാര്യം കോർപ്പറേഷനിലെ അധികൃതർ അറിഞ്ഞിട്ടില്ല എന്നാണ് ഇന്നലെ കോർപ്പറേഷനിലെ വാട്ടർ അതോറിറ്റി അധികൃതർ പീപ്പിൾ TVയോട് പറഞ്ഞത്. ഏതായാലും ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അധികൃതർ നോക്കിക്കാണുന്നത്. സൗമ്യ. കുട്ടൻ, പൂർണ്ണമായും കരാറുകാർക്കുണ്ടായ പിഴവ് എന്ന രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഒരു അപകടം നടന്നുവെങ്കിലും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ അലംഭാവം തൊഴിലാളികളെ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഉണ്ട് എന്ന തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങളുള്ള ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു അപകടം നടന്നത്. തീർച്ചയായും സൗമ്യ, ഇത് വളരെ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച തന്നെ ഇതിനകത്തുണ്ടായി എന്നുള്ളത് തന്നെയാണ് പൊതുവിലുണ്ടാവുന്ന വിലയിരുത്തൽ. കാരണം 2 അന്യസംസ്ഥാന തൊഴിലാളികളെ യാതൊരു സുരക്ഷയുമില്ലാതെ, ഒരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ ഈ ഓടയിലേക്ക് ഇറക്കുന്നു. അവിടെ കൃത്യമായി പാലിക്കേണ്ട നിരവധി മാനദണ്ഡങ്ങളുണ്ട്. സുരക്ഷാ മെഷേഴ്സ്, അതായത് സുരക്ഷാ ക്രമീകരണങ്ങൾ എടുത്ത ശേഷം മാത്രമേ ഈ മാൻഹോളിലേക്ക് അകത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നതാണ് പൊതുവായുള്ള ഒരു ചട്ടം. അത്തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ അത്തരം ഒരു നിർദ്ദേശങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ സംഭവം കണ്ടുവെന്ന ദൃക്സാക്ഷികളടക്കം പറഞ്ഞത്. ഇവർ 2 പേരും ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ ഈ മാൻഹോളിലേക്ക് ഇറങ്ങിയായിരുന്നു. ആദ്യത്തെ ആൾ ഇറങ്ങിയ ഉടൻ തന്നെ ഇതിൽ നിന്നും വിഷവാതകം, ഈ മാലിന്യത്തിൽ നിന്നും വിഷവാതകം പുറത്തേക്ക് വരികയും അത് ശ്വസിച്ച് ആദ്യത്തെ തൊഴിലാളി ഈ മാൻഹോളിനകത്തേക്ക് വീഴുകയായിരുന്നു. അദ്ദേഹം വീഴുന്നത് കണ്ട ആണ് രണ്ടാമത്തെ ആൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഉടൻ തന്നെ അദ്ദേഹവും ഈ മാൻഹോളിനകത്തേക്ക് പോകുന്നു. ആദ്യം ഇറങ്ങിയ ആൾ ഒരുപക്ഷെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരമൊരു അപകടം സംഭവിക്കില്ലായിരുന്നു. രണ്ടാമത് ഇറങ്ങിയ ആൾക്കും അത്തരം യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നില്ല. അതിനകത്തേക്കൊരു കയർ പോലും ഇടുന്നതിനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. ഏറ്റവും പ്രാഥമികമായ ഒരു ക്രമീകരണം അതാണ്. അതുപോലും അത്തരമൊരു ക്രമീകരണം പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ പരിശോധനകൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ മാലിന്യങ്ങൾ നീക്കുമ്പോൾ, ഈ വളരെ അപകട സാധ്യതയുള്ള ഇത്തരം പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒരു വർക്ക് നടക്കുമ്പോൾ അവിടെ ഈ കമ്പനിയുടെ, കരാറെടുത്ത കമ്പനിയുടെ സൈറ്റ് എഞ്ചിനീയറോ സേഫ്റ്റി ഓഫീസറൊക്കെ വേണം എന്നുള്ളതാണ് ചട്ടം. എന്നാൽ അവരാരും തന്നെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഈ 2 പേരെ ഈ ജോലിക്ക് വേണ്ടി അയക്കുക എന്നല്ലാതെ അതിനെ ആ സമയത്ത് ഉണ്ടാകേണ്ട യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും എടുക്കാതെയാണ് ഈ 2 അന്യസംസ്ഥാന തൊഴിലാളികളെയും അവിടേക്ക് ജോലിക്ക് അയച്ചത്. പൊതുവിൽ നമുക്കറിയാം, അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിഷയത്തിൽ തീരെ ഗൗരവമില്ലാത്തൊരു നിലപാട് ഈ കരാറുകാർ മാത്രമല്ല, കേരളത്തിൽ പൊതുവിലുള്ള സ്ഥിതി അങ്ങനെ തന്നെയാണ്. അത്തരമൊരു അലംഭാവം തന്നെയാണ് ഈ വിഷയത്തിലും കാണിച്ചിരിക്കുന്നത്. സൗമ്യ. കുട്ടൻ, ഈ ഒരു അറസ്റ്റ് അതിനോടൊപ്പം തന്നെ കരാറുകാർക്കുണ്ടായ ഒരു മനഃപൂർവ്വമായ ഒരു അലംഭാവം എന്ന രീതിയിലുള്ള അന്വേഷണത്തിന്റെ വിവരം എങ്ങനെയാണ്? സൗമ്യ, ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷണർ പറഞ്ഞത് ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. ഇന്നലെ സംഭവം നടന്ന ഉടൻ തന്നെ പോലീസും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ VKC മുഹമ്മദ് കോയ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. വിവിധ തലങ്ങളിൽ അന്വേഷണം നടക്കുന്നതായിരുന്നു. പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്തും വാട്ടർ അതോറിറ്റിയുടെ അവരുടെ നിഗമനങ്ങൾ, ഇത് വാട്ടർ അതോറിറ്റിയുടെ കീഴിലാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അവരുടെ അന്വേഷണം മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഈ 2 അന്വേഷണങ്ങളുടെയും പ്രാഥമിക നിഗമനം വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. കരാറുകാരുടെ ഭാഗത്തു നിന്നും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി. ഇത്തരം ഈ വലിയ കമ്പനികൾ കരാറെടുത്തുകൊണ്ട് ഈ സബ് കമ്പനികൾക്ക് മറിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു രീതി. ഈ സബ് കമ്പനികൾക്കും
ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചത്. ഇതിൽ ഏത് രീതിയിലുള്ള കുറ്റമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ പരിശോധനകളും അന്വേഷണങ്ങളും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. കോഴിക്കോട് കസബ CI ആണ് ഇവരെ ഈ 3 പേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിന്റെ വിവിധ വശങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം ഇവരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സൗമ്യ. കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മാൻഹോൾ അപകടത്തിൽ 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. കരാർ ജീവനക്കാരാണ് അറസ്റ്റിലായിട്ടുള്ളത്.